വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരെ, നമ്മൾ വിശുദ്ധ കുർബാനയുടെ തിരുനാളിനോട് അനുബന്ധിച്ചുള്ള മൂന്നാമത്തെ ദിവസത്തെ ദിവ്യകാരുണ്യ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. ഇന്ന് നമ്മൾ വിചിന്തനത്തിന് വിഷയമാക്കുന്ന വചന ഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 116 12 വചനം. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? സങ്കീർത്തകൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വരെ ചിന്തിക്കാത്ത ഒരു ചോദ്യവും ഒരു ഉത്തരവാണ് കർത്താവ് നമുക്ക് തരിക. നമ്മളെല്ലാം അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ, നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പറയും, ഇതിപ്പോൾ ഇതുകൊണ്ടൊന്നുമല്ല, ഞാൻ തെങ്ങിന് വളവിട്ടുകൊണ്ടല്ലേ തെങ്ങ് നന്നായിട്ട് കായ്ച്ച്. നല്ലൊരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, ഈ വർഷം നന്നായിട്ട് വരുമാനമൊക്കെ കിട്ടി, കൊച്ചിന് നല്ല ജോലി കിട്ടി, അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചേ. പ്രിയപ്പെട്ടവരെ, എല്ലാം കർത്താവിൻ്റെ കണ്ണുകളിലൂടെ, എല്ലാം കർത്താവിൻ്റെ അനുഗ്രഹമായി കാണാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതമായിട്ട് സങ്കീർത്തകന്റെ ജീവിതത്തെ പോലെ നമ്മുടെ ജീവിതത്തെ മാറ്റുമ്പോൾ ശരിക്കും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ ഒരു കാരണം എന്നാണെന്നറിയോ? കർത്താവിൻ്റെ ആ ചെറിയ കാര്യങ്ങൾ പോലും അനുഗ്രഹമായിട്ട് കാണാൻ നമുക്ക് പറ്റുന്നില്ല. ചെറിയ കാര്യങ്ങൾ പോലും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വലിയൊരു പ്രശ്നം ഉണ്ടായതായിരിക്കാം, അതുപോലും അനുഗ്രഹം, അത് പിന്നീട് നന്മയ്ക്കായിട്ട് മാറ്റും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർ അവിടെ സകലവും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. ഇന്നലകളിലെ ദുഃഖങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇന്നലകളിലെ ദുഃഖങ്ങളെല്ലാം ഇന്നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. എല്ലാം അനുഗ്രഹങ്ങളായിട്ട് കാണാനായിട്ട് പറ്റുക. ഇങ്ങനെ കാണുന്ന വ്യക്തിക്കാണ് കുർബാന അനുഗ്രഹമായിട്ടും കുർബാന അനുഭവമായിട്ടും മാറുക. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ചിന്താഗതി അല്പം കൂടി നമ്മളൊന്ന് മാറ്റണം. നമ്മൾ ചിന്തിക്കുന്ന കാര്യം, എനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീയത നമ്മൾ വളർന്നു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ. കർത്താവ് എൻ്റെ കുടുംബത്തെയും എൻ്റെ ബന്ധുജനങ്ങളെയും എൻ്റെ സഹോദരങ്ങളെയും കൊറോണയിൽ നിന്ന് കാത്തുകൊള്ളണമേ. ഇല്ല പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും ഒരു ക്രിസ്ത്യാനിക്കൊരിക്കലും അങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റൂല. കാരണം ലോകം മുഴുവനും വേണ്ടിയാ ക്രിസ്തു കടന്നു വന്നത്. അപ്പൊ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള കടമയുണ്ട്. ഞാൻ മാത്രം സുരക്ഷിതനായ പോരാ, മറിച്ച് കാലവർഷക്കെടുതിയിലൂടെ കടന്നു പോകുന്നവരും കൊറോണ ബാധയിലൂടെ കടന്നു പോകുന്നവരും എല്ലാം പ്രാർത്ഥനയുടെ വിഷയമായിട്ട് മാറും. സങ്കീർത്തകനെ പോലെ കാണാനായിട്ട് പറ്റണം. അപ്പം നമ്മൾ തീർച്ചയായും നന്ദി പറയേണ്ടവരായിട്ട് മാറും. നന്ദി പറയാനായിട്ടുള്ള ഏക മാർഗം അത് കുർബാനയാണ്. അതുകൊണ്ടാണ് കൃതജ്ഞതാബലി എന്നൊക്കെ പറയുക. ഈ നന്ദി പറയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്നാ, ഓരോ പരിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥന, അതിന് മലങ്കര കുർബാനയിലായിക്കൊള്ളട്ടെ, സീറോ മലബാർ കുർബാനയിലായിക്കൊള്ളട്ടെ, ലാറ്റിൻ കുർബാനയിലായിക്കൊള്ളട്ടെ, പ്രിയപ്പെട്ടവർ, എല്ലാ പ്രാർത്ഥനയും അവസാനിക്കുക ഒരു കൃതജ്ഞതയിലൂടെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഒരു കൃതജ്ഞതാ പ്രാർത്ഥനയിലാണ് നമ്മൾ അവസാനിപ്പിക്കുക. നമ്മുടെ ചില കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി നമ്മൾ കുർബാന ചെല്ലിക്കുന്നതിനപ്പുറം നന്ദി പറയാൻ വേണ്ടി കുർബാന ചെല്ലിക്കണം. നന്ദി പറയാൻ വേണ്ടി കുർബാനയ്ക്ക് കൂടെ. ഈ നന്ദി പറയുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്, പെട്ടെന്ന് മാറ്റം വരും, സഡൻ ചേഞ്ച്. ഒരാഴ്ച നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കിയോ, ജീവിതകാലം മുഴുവൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കിയോ, ഇരട്ടിച്ച് കാര്യങ്ങൾ വരും. അത് ആത്മീയമായിട്ടുള്ള കാര്യമായിക്കൊള്ളട്ടെ, ശാരീരികമായിട്ടുള്ള കാര്യമായിക്കൊള്ളട്ടെ, സാമ്പത്തികമായിട്ടുള്ള കാര്യമായിക്കൊള്ളട്ടെ, നന്ദി പറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുർബാന നമ്മളെ പഠിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെ മാറ്റം വരുന്നത്? ഈ നന്ദി പറയാൻ വേണ്ടി ആഗ്രഹിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ മാറ്റം വരും. ഒന്നാമത്തെ കാര്യം, യോഹന്നാന്റെ സുവിശേഷത്തിൽ ശരിക്കും 6-ാമത്തെ അധ്യായത്തിൽ കുർബാനയെക്കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ അതിന് തൊട്ട് മുൻപ് ഒരു അത്ഭുതത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അപ്പം വർദ്ധിപ്പിക്കുന്നു.
ഈ അപ്പം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നാണ് മേടിക്കുക. അപ്പം മേടിച്ചിട്ട് ഈശോ കൃതജ്ഞതാ സ്തോത്രം ചെയ്തു എന്ന് പറയുക. അപ്പം എടുത്തിട്ട് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു, നന്ദി പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം, യോഹന്നാന്റെ എല്ലാ സമാന്തര സുവിശേഷങ്ങള്, മത്തായി, മർക്കോസ്, ലൂക്ക, അതുപോലെ കൊറിന്തോസുകാർക്ക് പൗലോസ്ലീഹ എഴുതിയ ലേഖനം, ഇവിടെ എല്ലാം കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ അവൻ അപ്പം എടുത്തു വാഴ്ത്തി എന്ന് പറയും. ഈശോയ്ക്ക് അപ്പം എടുത്ത് വാഴ്ത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണോ ഈശോ വാഴ്ത്തിയത്? ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ചില കൂടെ നിൽക്കുന്നവൻ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിട്ട്, കൂടെ ഇരിക്കുന്നവൻ തള്ളിപ്പറയുമെന്ന് അറിഞ്ഞിട്ട് എങ്ങനെയാ പ്രിയപ്പെട്ട ഒരു അപ്പം എടുത്ത് വാഴ്ത്താൻ പറ്റുക? എങ്ങനെ നന്ദി പറയാൻ പറ്റുക? എങ്ങനെയാ നമുക്ക് നമ്മുടെ ചില ജീവിത പങ്കാളി വേർപിരിഞ്ഞ് കിടക്കുമ്പോൾ, ജീവിത പങ്കാളിയുടെ ജീവശാസ്ത്രത്തിന് വില പേശിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ നന്ദി പറയാനായിട്ട് പറ്റും? ഇവിടെയാണ് കുർബാനയായി ജീവിതത്തെ മാറ്റിവെക്കാനായിട്ട് നമുക്ക് പറ്റുക. അതിലും കർത്താവിൻ്റെ ഒരു കരമുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അറിയാതെ നമുക്ക് നന്ദി പറയാനായിട്ട് പറ്റണം. പരിശുദ്ധ കുർബാനയിൽ കൈ കൂപ്പിപ്പിടിച്ച് നിൽക്കുന്നതിൽ പോലും ഈ കൃതജ്ഞതയുടെ ഒരു ഭാവമുണ്ട്. എൻ്റെ കർത്താവെ, നീയാ എന്നേക്കാൾ വലുത്, എനിക്കൊന്നും അറിയത്തില്ല, എൻ്റെ ജീവിതത്തിലെല്ലാം നൽകിയത് നീയാ. നമ്മളിങ്ങനെ ഭയഭക്തിയോടുകൂടി കൈ കൂപ്പിപ്പിടിച്ച് നിൽക്കുന്നിടത്ത് പോലും ഒരു കൃതജ്ഞതയുടെ സമീപനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. ഞാൻ തിയോളജി ക്ലാസ്സിലൊക്കെ എൻ്റെ തിയറി പഠിച്ചിരുന്നെങ്കിലും പ്രാക്ടിക്കൽ ലൈഫിൽ എന്നെ പഠിപ്പിച്ചത് ഒരു അൽമായ സഹോദരനാണ്. ഞാൻ കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുമ്പ് സെമിനാരിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ അടുത്തൊരു പള്ളിയിൽ കുർബാനയ്ക്ക് പോകും. അപ്പോൾ ഒരു ചേട്ടൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് തൊട്ട് മുമ്പിൽ ബലിപീഠത്തിൻ്റെ തൊട്ടടുത്ത് വന്ന് ഇങ്ങനെ കൈകൂപ്പി പിടിച്ച് ഈ ചേട്ടൻ ഇങ്ങനെ ഭക്തിയോട് കൂടി നിൽക്കും. അപ്പം ഞാൻ പലപ്പോഴും അമ്പരന്ന് നിന്നിട്ടുണ്ട്, ഈ ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്നത്. ഈ കുർബാന ചെല്ലുന്ന ഞാൻ പോലും ചിലക്ക് കൈയൊക്കെ താഴെ വെച്ച് ചെല്ലുമ്പോൾ ഇങ്ങനെ കൈയും കുപ്പിപ്പിടിച്ച് ഇങ്ങനെ ബലിപീഠത്തിന് മുൻപിൽ നിന്ന് നിൽക്കുന്ന ഈ ചേട്ടനെ കണ്ട് ഞാൻ അമ്പരന്നിട്ടുണ്ട്. അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് വേഗം തിടുക്കത്തിൽ സെമിനാറിലേക്ക് വരുമ്പോൾ ഈ ചേട്ടൻ ഞാൻ ഇറങ്ങുന്നതിനേക്കാൾ സ്പീഡിൽ അപ്പുറത്ത് സങ്കീർത്തിയുടെ അവിടെ വരും. എന്നിട്ട് ഈ ചേട്ടൻ എന്നോട് ചോദിക്കും, അച്ഛാ എന്തിനാച്ചാ ഈ വീഞ്ഞിനകത്ത് വെള്ളം ഒഴിക്കുന്നേ, എന്തിനാച്ചാ ഈ കൈ കഴുകുന്നേ, ഇങ്ങനെയുള്ള ചില ഈ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരു ദാഹം ഈ ചേട്ടനിലുണ്ട്. അപ്പം ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു, പ്രായമുണ്ട്. അപ്പം ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു, എങ്ങനെയാ ചേട്ടാ ഈ ചേട്ടന് എന്നെ ഇത്രയും കുർബാനയുള്ള തീഷ്ണത? അപ്പം ചേട്ടൻ എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഇത് ഞാനും കർത്താവും തമ്മിലുള്ള ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ടാ ഞാൻ കർത്താവിൻ്റെ ബലിപീഠത്തിന് മുൻപിൽ നിൽക്കുക. ഈ ചേട്ടൻ ഒരു വിഷചികിത്സകനാണ്. ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഒരിക്കൽ ഒരു പാമ്പുകടി ഏറ്റ് ഒരു അർദ്ധശവമായി ഒരു മനുഷ്യനെ കൊണ്ടുവന്നു. ഈ ചേട്ടൻ ഒരു പ്രത്യേക കുർബാനയോട് പണ്ടേ ഒരു ദാഹം കർത്താവ് ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടി വിയിൽ എപ്പോഴും ഇങ്ങനെ കുർബാന വെച്ച് കാണും. അപ്പോൾ അങ്ങനെ കുർബാന വെച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പവും വീഞ്ഞും ഉയർത്തി വൈദികൻ ഇങ്ങനെ സമർപ്പിക്കുന്ന സമയത്ത് ഈ ചേട്ടൻ ഈ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും അപ്പവും വീഞ്ഞും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ഉയർത്തുന്ന കാഴ്ചവെപ്പിൻ്റെ ആ ഒരു സീൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ചേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ മനുഷ്യൻ എഴുന്നേറ്റ് നടന്നാൽ, ഈ മനുഷ്യൻ സുഖപ്പെട്ടാൽ, ഈ പരിശുദ്ധ കുർബാനയുടെ ആ ഒരു ശക്തിയെക്കുറിച്ച് പ്രഘോഷിക്കാൻ ഞാൻ എൻ്റെ ജീവിതം മാറ്റും. അത് മാത്രമല്ല, ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. അപ്പോൾ അങ്ങനെ ഈ മരുന്നൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഈ ചേട്ടൻ വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ ശക്തിയാണല്ലോ ഈ പരിശുദ്ധ കുർബാനയാക്കി മാറ്റുക, ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളാക്കി മാറ്റുക. അതുകൊണ്ട് ഇതേ ശക്തി ഈ മരുന്നിലേക്കും കടന്നു പറയണം, കാരണം എൻ്റെ ശക്തി കൊണ്ട് ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഈ ചേട്ടൻ പ്രാർത്ഥിച്ചു. അപ്പോൾ പുറത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഓരോരുത്തരെ അറിയിച്ചുകൊണ്ടിരിക്കുക, ഉടനെ മരിക്കും, അടക്കനെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഈ മരുന്ന് ഈ ചേട്ടന് കൊടുത്തു, ഈ രോഗിക്ക് ഈ ചേട്ടൻ കൊടുത്തു. അങ്ങനെ മരുന്ന് കഴിച്ച് ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു 2 മണിയായപ്പോൾ ഈ ജോയി ചേട്ടന് ഫോൺ വരികയാണ്. പഴയ പോലെ ജീവിതത്തിലേക്ക് മനുഷ്യൻ തിരികെ വന്നു. എന്നിട്ട് ഈ ജോയി ചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ കർത്താവ് പറഞ്ഞത് ഞാൻ അനുസരിച്ചാൽ, ഞാൻ പറഞ്ഞത് കർത്താവ് അനുസരിക്കാതിരിക്കില്ല. ശരിക്കും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു കോംപ്രമൈസിന്റെ ദൈവത്തെ നമ്മൾ കാണുക. പഴയ നിയമത്തിൽ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, അടിക്ക് പകരം അടി, തൊഴിക്ക് പകരം തൊഴി, ഇതൊക്കെ കാണുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ദൈവം ഒരു കോംപ്രമൈസിന്റെ ദൈവമാണ്. കുഷ്ഠരോഗിയെ ചേർത്ത് പിടിക്കുന്ന, പരസ്പരം സ്നേഹിക്കണമെന്ന് പറയുന്ന, ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറു ചെകിട് കൂടി കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്ന, അല്ല ചുങ്കക്കാരനെയും ഫരിസേനെയൊക്കെ ചേർത്ത് പിടിക്കണമെന്ന് പറയുന്ന ആ ഒരു വലിയ വിശാലമായിട്ടുള്ള സ്പിരിച്വാലിറ്റിയിൽ കർത്താവ് ഒരു കാര്യത്തിൻ്റെ പേരിൽ മാത്രം കോംപ്രമൈസ് ചെയ്യുന്നില്ല.
ഈശോ ഒരു കാര്യത്തിന്റെ പേരിൽ മാത്രം കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഈശോ കോംപ്രമൈസ് ചെയ്യാത്ത ഒരേ ഒരു കാര്യം അത് പരിശുദ്ധ കുർബാനയുടെ കാര്യത്തിലാണ്. ഈശോ പറയുന്നത് എന്നാ? ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ. ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ അത് എന്താ അതിൻ്റെ അർത്ഥം? ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ ഒരു ബെഗ്ഗിങ് അല്ല, അല്ലേ? ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാവോ എന്നല്ല, മറിച്ച് കർത്താവ് ചോദിക്കുന്നത് ഡൂ ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. കർത്താവ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്നാണെന്നറിയോ? ഇത് കൂടാതെ നിന്നെ രക്ഷിക്കാനായിട്ട് നിന്റെ ദൈവത്തിന് പറ്റൂല. ഇതുകൂടാതെ രക്ഷയുടെ അനുഭവം നിനക്ക് തരാനായിട്ട് പറ്റൂല. അതുകൊണ്ട് ഒരു കമാൻഡാണ് കർത്താവ് തന്ന ഏക കമാൻഡ്. അത് ഈ പരിശുദ്ധ കുർബാന ചങ്കോട് ചേർത്ത് പിടിക്കണം. പരിശുദ്ധ കുർബാന അർപ്പിക്കണം. അത് അർപ്പിക്കേണ്ട വിധത്തിൽ അർപ്പിക്കണം. ചെയ്യേണ്ടതുപോലെ ചെയ്യണം. യൂദാസും പരിശുദ്ധ കുർബാന അർപ്പിച്ചു, ശിഷ്യന്മാരും പരിശുദ്ധ കുർബാന അർപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുക, യൂദാസ് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് പുറത്തേക്ക് പോയി അവിടെ അന്ധകാരമായിരുന്നു എന്ന് പറയുക. അപ്പൊ യൂദാസിന്റെ നാശത്തിന് കാരണം. അപ്പൊ നമ്മൾ പരിശുദ്ധ കുർബാന ചെയ്യേണ്ട വിധത്തിൽ ചെയ്യണം. ചെയ്യേണ്ട വിധത്തിൽ ചെയ്യുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കും. അതിന് നമ്മൾ വലിയ കൺവെൻഷൻ കൂടണമെന്നോ, വലിയ ധ്യാനപ്രസംഗങ്ങൾ കേൾക്കണമെന്നോ, വലിയ ശുശ്രൂഷകളിൽ പങ്കെടുക്കണമെന്നോ, ആൾക്കൂട്ടം കൂടുന്ന കൂട്ടായ്മയിൽ പങ്കെടുത്ത് കൈ ഉയർത്തി കർത്താവിനെ സ്തുതിക്കണോ എന്നൊന്നല്ല. അതിനൊക്കെ അപ്പുറത്ത് ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് ഈ ലോകം മുഴുവൻ അർപ്പിക്കുന്ന നന്മ പ്രവൃത്തികളെക്കാൾ അപ്പുറത്ത് സ്ഥാനമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. രണ്ടാമത്തെ കാര്യം, യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ ഈശോ ഇങ്ങനെ ആവർത്തിച്ച് പറയാണ്, ജീവന്റെ അപ്പം, ഞാൻ ജീവന്റെ അപ്പം, ഞാൻ ജീവന്റെ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ നിത്യജീവൻ കരസ്ഥമാക്കും, ഇത് പാനം ചെയ്യുന്നവൻ നിത്യജീവൻ ഇത് ഈശോ ഒരു ഉറപ്പായിട്ട് തരുന്നത്. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞ് വരുമ്പോ ശിഷ്യന്മാർ ഇത് കേട്ടോണ്ടിരിക്കും. അപ്പൊ ശിഷ്യന്മാരുടെ ഇടയിൽ ഭിന്നതയ്ക്ക് കാരണമായി. ശിഷ്യന്മാർ പറഞ്ഞു, ഇതെങ്ങനെ ഇവനെങ്ങനെ അപ്പമാകാൻ പറ്റുന്നത്? ഇവനെ ജോസഫിന്റെ മകനല്ലേ, ഇവന്റെ സഹോദരങ്ങളല്ലേ ഇവരൊക്കെ, ഇവന്റെ സഹോദരങ്ങളല്ലേ, ഇവന് മനുഷ്യനല്ലേ, പിന്നെ ഇവനെങ്ങനെ അപ്പമാകാൻ പറ്റുന്നത്? അപ്പൊ ഈശോ ഒരു തരത്തിൽ ആൾക്കാരിങ്ങനെ കൂടിയിരിക്കുമ്പോൾ, ശിഷ്യന്മാരിങ്ങനെ പിറുപിറുക്കുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. കുറെ പേര് പിരിഞ്ഞുപോയി, ഈശോയെ പിരിഞ്ഞുപോയി. അപ്പൊ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്കും കൂടെ നിന്ന് 12 ശിഷ്യന്മാർ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളും പോകുന്നില്ലേ? പോകുന്നുണ്ടെ പൊക്കോ, എനിക്ക് വിഷയമല്ല. പക്ഷേ ഈ ഒരു കാര്യം സത്യമാണ്. അതുകൊണ്ട് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാണ്. അപ്പൊ ഈശോ അവരെ പിടിച്ചു നിർത്താനായിട്ട് ഒരിക്കലും നോക്കുന്നില്ല. പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തി വിശ്വാസ ജീവിതത്തിൽ വിശ്വാസിയാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം ഈശോ നൽകിയ ഏക കാര്യം പരിശുദ്ധ കുർബാനയാ. ഈശോ വസിക്കുന്ന ഏക സ്ഥലം പരിശുദ്ധ കുർബാനയാ. പരിശുദ്ധ കുർബാനയ്ക്ക് പകരം വെക്കാൻ വേറൊന്നുമില്ല. പരിശുദ്ധ കുർബാനയ്ക്ക് പകരം പരിശുദ്ധ കുർബാന മാത്രം. രണ്ടാമത്, എന്നെ ഈ ലോക്ക്ഡൗണിന്റെ സമയത്ത് എന്നെ ഒരു ചേച്ചി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ ഭയങ്കര അൾസറാ, പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന 1-2 പേരുടെ നമ്പറൊക്കെ കൊടുത്തു. ഞാനും ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ ഇത് കുറയുന്നേ ഇല്ല. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ ഇത് കുറയുന്നില്ല അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് തന്നെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയതനുസരിച്ച് ചേച്ചി വികാരിച്ചനോട് വിളിച്ച് പറഞ്ഞു, അച്ഛാ ഒരു കുർബാന ചൊല്ലിത്തരുമോ? അപ്പോൾ 5 പേരൊക്കെ കുർബാനയ്ക്ക് പങ്കെടുക്കാവുന്ന സമയമാണ്. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് തന്നെ, നല്ലൊരു വികാരിച്ചൻ, അച്ഛൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു, ചേച്ചി ഭർത്താവിനെയും പിള്ളേരെയും കൂട്ടി പോരെ, കുർബാന ചൊല്ലിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ തലശ്ശേരി രൂപതയിലെ ഒരു പള്ളിയാണ്. അങ്ങനെ അച്ഛൻ കുർബാന ചൊല്ലി കൊടുത്തു. കുർബാന ചൊല്ലി കൊടുത്തു കഴിഞ്ഞ് ഈ ചേച്ചി ബാക്ക് ടു ലൈഫ്, പഴയ പോലെ, വേദനയൊക്കെ പോയി. അപ്പോൾ ചേച്ചി പറയുന്നൊരു കാര്യം ഇതാ, എന്നോട് പറഞ്ഞു, അച്ഛൻ എവിടെയൊക്കെ പോയാലും ഇത് പറയണം. ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു സഭ അങ്ങനെ നമുക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു ആനുകൂല്യമായിട്ട് എടുക്കരുത്. നമ്മൾ സാധാരണ പള്ളിയിൽ പോകുന്നതിന് തുല്യമല്ല നമ്മൾ ഓൺലൈനിലൂടെ കുർബാന കാണുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ച സംഭവം, ഇങ്ങനെ നല്ല ബിരിയാണിയുടെ മറ്റു സംഭവത്തിൻ്റെയൊക്കെ ഫോട്ടോ നമ്മൾ കാണുമല്ലോ. ഈ ഫോട്ടോ നമ്മൾ കണ്ടാൽ നമ്മുടെ വയറ് നിറയുമോ? ഇല്ല. നമ്മളത് കഴിക്കുമ്പോൾ, നമ്മുടേതാക്കുമ്പോഴേ നമ്മൾ സംതൃപ്തരായിട്ട് മാറുന്നുള്ളൂ എന്ന് പറയുന്ന പോലെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരൊറ്റ കാര്യം നമ്മൾ ചിന്തിക്കണം. ഈ പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുമ്പോൾ പരിശുദ്ധ കുർബാന നമ്മുടേതും നമ്മൾ പരിശുദ്ധ കുർബാനയുടേതുമായി, നമ്മൾ ദൈവത്തിൻ്റെതും ദൈവം നമ്മുടേതുമായി. അപ്പോൾ അതിന് ഭയങ്കര ശക്തിയുണ്ട്. അപ്പോൾ ഈ കാലഘട്ടം ഒക്കെ
ഈ കാലഘട്ടത്തിൽ നമുക്ക് സഭ ഔദ്യോഗികമായിട്ട് പെർമിഷനൊക്കെ തന്നിട്ടുണ്ട്, ഓൺലൈൻ കുർബാനയ്ക്ക് പെർമിഷനൊക്കെ തന്നിട്ടുണ്ട്, അത് കണ്ടാലും നമുക്ക് കൃപ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് തുല്യമാവില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. അല്ലെങ്കിൽ ആനുകൂലമായിട്ട് നമ്മൾ എടുത്താക്കരുത്. ഇനി ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നാൽ പിന്നെ ഓക്കെ, ഇനി പള്ളിയിൽ പോകണ്ട, സഭ എങ്ങനെ പെർമിഷൻ തന്നിട്ടില്ലേ എന്നൊരു ചിന്ത നമ്മുടെ അടുക്കിലേക്ക് വരരുത്. കാരണം നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മൂന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആൾക്കാർ പറയും അച്ഛാ ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നില്ല, പക്ഷെ ഞങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ഞായറാഴ്ച ദിവസം മൊത്തം ഞങ്ങൾ പരിപാടികൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ തെരുവോരത്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഭയങ്കര പരിപാടി അച്ഛാ, വചനം പ്രഘോഷിക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ഭയങ്കര ഇതാ. ഒരു കാര്യം, വിശുദ്ധ പാതിരപ്പിയോ, കുർബാനയെ ഏറ്റവും ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ വിശുദ്ധ പാതിരപ്പിയോ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഈ ലോകത്തിലെ എല്ലാ നന്മപ്രവർത്തികൾ കൂടിച്ചേർന്നാലും അത് പരിശുദ്ധ കുർബാനയ്ക്ക് പകരാവില്ല. കാരണം ഈ ലോകത്തിലെ എല്ലാ ഈ ലോകത്തിലിപ്പോൾ ലോകം മുഴുവനുള്ള ആൾക്കാർക്ക് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ കിറ്റ് കൊടുത്താലും, ഓരോ പവൻ സ്വർണം കൊടുത്താലും, എന്ത് കൊടുത്താലും അത് പരിശുദ്ധ കുർബാനയ്ക്ക് തുല്യമാവില്ല. കാരണം പരിശുദ്ധ കുർബാന ദൈവം മനുഷ്യന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ്. മറ്റു പ്രവൃത്തികളെല്ലാം മനുഷ്യന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതാണ് വ്യത്യാസം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയും മനുഷ്യൻ്റെ പ്രവൃത്തിയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പോലും പറ്റൂല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ കുർബാനയ്ക്ക് പകരം വേറെ ഒന്നുമില്ല. ഒരു നൊവേനയില്ല, ഒരു ജപമാലയില്ല, ഒരു പ്രാർത്ഥനയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ജപമാല, മറ്റു പ്രാർത്ഥനകൾ, മറ്റു സംഭവങ്ങളെല്ലാം പരിശുദ്ധ കുർബാനയ്ക്കായിട്ടുള്ള ഒരുക്കം ആയിട്ട് വേണം. യൂക്കറിസ്റ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. പരിശുദ്ധ കുർബാന ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉച്ചിയും ഉറവിടവുമാണ്. സോഴ്സ് ആൻഡ് സബ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. പരിശുദ്ധ കുർബാന ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉച്ചിയും ഉറവിടവുമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ, ക്രിസ്തുവിനെ നന്നായിട്ട് പ്രഘോഷിക്കണമെങ്കിൽ, ക്രിസ്തുവിനെ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കരുത് സുവിശേഷ പ്രഘോഷണം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനിപ്പം നിങ്ങളോട് മൈക്ക് പിടിച്ച് സംസാരിക്കുന്നു, ഇത് സുവിശേഷ പ്രഘോഷണമാണ്. ഒരു തലത്തിൽ സുവിശേഷ പ്രഘോഷണം എന്ന് വ്യാഖ്യാനിക്കാം. പക്ഷെ ഇതിനേക്കാളും വലിയ സുവിശേഷ പ്രഘോഷണമാണ് പ്രിയപ്പെട്ട നന്നായിട്ട് ക്രിസ്തുവിനെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കുന്ന, കുടുംബത്തിൽ പ്രഘോഷിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, പ്രിയപ്പെട്ട മാതാവേ, പ്രിയപ്പെട്ട അമ്മ, അപ്പ, പ്രിയപ്പെട്ട സഹോദര, നീ ചെയ്യുന്നത് നിന്റെ സഹനങ്ങൾക്കിടയിലും നീ ക്രിസ്തുവിനെ നീ നിന്റെ കുടുംബത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ത്യാഗത്തിലൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ, ഇതിനോട് അതേ കടപിടിക്കുന്ന പ്രവൃത്തിയാണ് നീയും ചെയ്യുക എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. സഭയെ വിമർശിക്കുമ്പോൾ, ഞാൻ വിമർശിക്കാതിരിക്കുമ്പോൾ, ഞാനും വിമർശകരോട് കൂട്ടിച്ചേരാതെ ഞാൻ അവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ ഞാൻ ചെയ്യുന്ന ഇതേ പ്രവൃത്തി, ഇതേ വചനപ്രഘോഷണമാണ് ചെയ്യുക. അതുകൊണ്ട് സഭയെ താങ്ങിയ ഒരു കാലഘട്ടത്തിൽ സഭയ്ക്ക് വീഴ്ച, സഭ ഇങ്ങനെ പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയ സമയത്ത് സഭയെ താങ്ങി നിർത്തിയ ഒരു മഹാവിശുദ്ധനുണ്ടായിരുന്നു, രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധൻ. അതൊരു അൽമായ സഹോദരനായിരുന്നു, ഫ്രാൻസിസ് അസീസി. ഈ ഫ്രാൻസിസ് അസീസി തൻ്റെ സഭാംഗങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, ജീവിതത്തിൽ എപ്പോഴും ക്രിസ്തുവിനെ പ്രഘോഷിക്കുക, പക്ഷെ മൈക്കിലൂടെ അല്ല, ജീവിതത്തിലൂടെ ആയിരിക്കണം പ്രഘോഷണം. മൈക്കിലൂടെ അല്ല, ജീവിതത്തിലൂടെ ആയിരിക്കണം പ്രഘോഷണം. അപ്പൊ ഈ ക്രിസ്തീയ ലൈഫ്, ക്രിസ്തുവിന്റെ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രഘോഷണമാണ്. മദർ തെരേസ എവിടെയെങ്കിലും മൈക്ക് വെച്ച് പ്രഘോഷിച്ചു? വിശുദ്ധ ഡാമിയൻ മൈക്ക് വെച്ച് പ്രഘോഷിച്ചു? ഇല്ല. പക്ഷെ അവർ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ കൊടുത്തു. ഈ നാളുകളിൽ നമ്മളെ വിട്ടുപോയ ഒരു വിശുദ്ധനായ അച്ഛനുണ്ട്, നമുക്കെല്ലാം അറിയാം, ചെറിയാച്ചൻ നേരെ വീട്ടിൽ എന്ന് പറയുന്ന നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെടുന്ന അച്ഛൻ, വളരെ ശാന്തനായ അച്ഛൻ. ഈ അച്ഛന് ജീസസ് യൂത്തിൻ്റെ ഒക്കെ ഇടയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച് വളരെ നല്ല എളിമയുള്ള, വളരെ നല്ല ഹൃദയമുള്ള ഒരച്ഛൻ. അച്ഛൻ തൻ്റെ കിഡ്നി വേറൊരാൾക്ക് പങ്കുവെച്ച ഒരു മനുഷ്യൻ. അപ്പോൾ അച്ഛനെക്കുറിച്ച് അച്ഛനോട് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത് ഞാൻ കേട്ടു, അച്ഛനെ ഇത് പ്രേരിപ്പിച്ചത്? അപ്പം അച്ഛൻ പറഞ്ഞു, പരിശുദ്ധ കുർബാനയെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിക്കും, എനിക്ക് വേണ്ടി മാത്രം ജീവിക്കാനായിട്ട് പറ്റൂല. ഇപ്പം എൻ്റെ കുടുംബത്തിൽ ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പരിശുദ്ധ കുർബാന സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. എന്നിട്ട് അച്ഛൻ പറയും, ഞാൻ ഓരോ ദിവസവും അപ്പവും വീഞ്ഞും എടുത്തിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛാ, ഇത് എൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു.
ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. പിന്നെ എൻ്റെ ശരീരവും എൻ്റെ രക്തവും ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറിക്കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാ എന്നെ തന്നെ മുറിച്ചു കൊടുക്കാതിരിക്കാനായിട്ട് പറ്റുക? ഒരു തരത്തിലും അച്ഛൻ അറിയപ്പെട്ടിട്ടില്ല. അച്ഛന് മരണശേഷമാണ് അച്ഛൻ കിഡ്നി കൊടുത്തു എന്നുള്ള കാര്യമൊക്കെ അറിയപ്പെടുക. അത് മാത്രമല്ല, അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, കിഡ്നി ഞാൻ പരിചയക്കാർക്ക് കൊടുത്തതല്ല, മറിച്ച് കിഡ്നി കൊടുത്ത് ഞാൻ പരിചയപ്പെട്ടത് ആ വ്യക്തിയെ. അപ്പം ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂക്രിസ്റ്റ് ഈസ് എ സോഴ്സ് ആൻഡ് സബ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. നമ്മളെ തന്നെ പങ്കുവെക്കുന്നതാ വിശുദ്ധ കുർബാനയുടെ ജീവിതം. നമ്മളെ തന്നെ മുറിച്ച് പറിച്ചു കൊടുക്കുന്നതാ പരിശുദ്ധ കുർബാനയുടെ ജീവിതം. നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നതാ പരിശുദ്ധ കുർബാനയുടെ ജീവിതം. അതിന് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. പരിശുദ്ധ കുർബാന നമ്മുടേതാക്കി മാറ്റണം. നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധ കുർബാനയെ നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോഴേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഈ മഹനീയമായിട്ടുള്ള ആ ഒരു കാര്യം നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഈ കർത്താവിൻ്റെ സ്നേഹത്തെ സ്വന്തമാക്കണം. കർത്താവിൻ്റെ ഈ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സ്നേഹമാണ്. ഒരു സ്നേഹത്തിൻ്റെ ജ്വലിക്കുന്ന കട്ടയാണ് അത് പരിശുദ്ധ കുർബാന. അത് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വഴിയാണല്ലോ നമുക്ക് ഈ ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് പറ്റുക. അതെനിക്ക്, ഞാൻ മംഗലപ്പുഴ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് തന്നെ യൂക്രിസ്റ്റ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സിബി പുളിക്കലച്ചനാണ്. അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കും. അച്ഛൻ പറഞ്ഞു, ഒരിക്കൽ ഈ ദിവ്യകാരുണ്യ അത്ഭുതം ഈ കഞ്ചിക്കോട് റാണി എന്ന് പറയുന്ന ഒരു സഹോദരിയിൽ പരിശുദ്ധ കുർബാന ദൃശ്യമായിട്ട് കർത്താവിൻ്റെ ശരീരരക്തങ്ങളായിട്ട് കാണപ്പെട്ടു. അപ്പോൾ ഈ റാണിയുടെ ഈ അത്ഭുതത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയോഗിച്ചത് കേരള സഭയിൽ നിന്ന് 2 വൈദികരാണ്. അപ്പോൾ ഇവരിത് പല പ്രാവശ്യം ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ ഇവരിത് ക്യാമറയിൽ പകർത്തി ക്ലോസ് ഒബ്സർവേഷന് വിധേയമാക്കി ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇവർ വളരെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണുന്നൊരു കാര്യം, പരിശുദ്ധ കുർബാന ഒരച്ഛൻ ഈ റാണിയുടെ അതരത്തിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഉടനെ തന്നെ റാണി ഇങ്ങനെ നാവ് ഇങ്ങനെ ഇട്ട് ചലിപ്പിക്കുന്നു. അപ്പോൾ ഇത് പഠിച്ചുകൊണ്ടിരുന്ന അച്ഛന്മാർ ചോദിച്ചു, എന്തിനാ റാണി നീ പരിശുദ്ധ കുർബാന നിന്റെ നാവിലേക്ക് വെച്ച് തരുമ്പോൾ എന്തിനാ ഇങ്ങനെ നാവിട്ട് ഇത്തരം ചലിപ്പിക്കുന്നത്? അപ്പോൾ ഈ റാണി പറഞ്ഞൊരു കാര്യം ഇതാണ്, പരിശുദ്ധ കുർബാന എൻ്റെ അതരത്തിലേക്ക് വന്നപ്പോൾ ഒരു തീക്കട്ട എൻ്റെ അതരത്തിലേക്ക് വന്ന് വീണ പോലെ എനിക്ക് തോന്നി. പരിശുദ്ധ കുർബാന എൻ്റെ അതരത്തിലേക്ക് വന്നപ്പോൾ ഒരു തീക്കട്ട എൻ്റെ അതരത്തിലേക്ക് വന്ന് വീണ പോലെ എനിക്ക് തോന്നി. അതായത് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാന, തീ എന്നത് പരിശുദ്ധാത്മാവാണ്. മലങ്കര കുർബാനയിൽ തീക്കട്ട എന്ന പരിശുദ്ധ കുർബാന വിശേഷിപ്പിക്കുക, പരിശുദ്ധ കുർബാന വിളിക്കുക. അപ്പൊ ഈ ജ്വലനം, ഈ തീ, പരിശുദ്ധാത്മാവാകുന്ന തീ നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടും. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. MCBA സഭയിലെ ഒരു അച്ഛനുണ്ടായിരുന്നു, കുറ്റിക്കലച്ചൻ. ഈ കുറ്റിക്കലച്ചൻ കുർബാന സമയം ഒരുപാട് എടുത്ത് ചെല്ലും. പക്ഷേ ഈ കുറ്റിക്കലച്ചൻ പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കുറ്റിക്കലച്ചന് തന്നെ മുറിച്ച് പറിച്ചു കൊടുക്കുന്നതിൽ ഒരു വിഷമവും ഇല്ല. ആകാശപ്പറവുകൾ എന്ന് പറയുന്ന ആ ഒരു വലിയ കാര്യം അച്ഛനിലൂടെ ആ ഒരു കരിസ്മ, ആ ഒരു കാരിസം ലോകം ഏറ്റെടുത്തത് ഈ പരിശുദ്ധ കുർബാനയിൽ നിന്നും അച്ഛന് കിട്ടിയ പ്രചോദനം. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്ത്യൻ ലൈഫ് അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കണമെങ്കിൽ പരിശുദ്ധ കുർബാനയെ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും കഴിയണം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ ആടുകളെ 2 സൈഡിലേക്കും തിരിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വലത് സൈഡിലും ഇടത് സൈഡിലേക്കും ആളുകളെ മാറ്റി നിർത്തിയിട്ട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ദാഹിക്കുന്നവർ കുടിക്കാൻ കൊടുത്തു, അല്ലെങ്കിൽ വിശക്കുന്നവർക്ക് ഭക്ഷിക്കും, ഇങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ ഈ നീതിമാന്മാരായിട്ടുള്ള വലതുവശത്ത് നിൽക്കുന്ന മനുഷ്യർ ഈശോയോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾ എപ്പോഴത് ചെയ്തേ? ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എപ്പോഴൊക്കെ അത് ചെയ്തോ അപ്പോഴല്ല നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് ചെയ്തത്. ഇപ്പൊ പ്രിയപ്പെട്ട സഹോദരൻ, ഈ വെള്ളം ഒഴുകുന്നത് അതൊരു സാധാരണ പ്രവൃത്തിയാണ്. വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും, അത് അതിൻ്റെ സാധാരണ പ്രവൃത്തിയാണ്. അതായത് അതിനപ്പുറത്തേക്ക് നമ്മൾ ബലം പിടിച്ച് ചെയ്യേണ്ട ഒരു പ്രവൃത്തി അല്ലത്. ഈ ദൈവകൃപ നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ കർത്താവ് കാറ്റതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുമെന്ന് പറയുന്നതുപോലെ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്കായിട്ട് കർത്താവ് നമ്മളെ ഇങ്ങനെ നിയോഗിച്ചു കൊണ്ടേയിരിക്കും. അപ്പം അത് നമ്മളിൽ നടക്കേണ്ട ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല, മറിച്ച് അത് താനെ നടക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. അതിനാണ് പരിശുദ്ധ കുർബാനയിലൂടെ ഭക്തി വേണം, പരിശുദ്ധ കുർബാന സ്വീകരിക്കണം, പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കണം. പരിശുദ്ധ കുർബാനയാണ് എല്ലാത്തിൻ്റെയും സോഴ്സ് എന്ന് നമ്മൾ ഊന്നി പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ക്രിസ്ത്യൻ ലൈഫ് ഒരു നാച്ചുറൽ പ്രവൃത്തിയാണ്. അതായത് നമ്മൾ ബലം പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല, മറിച്ച് അത് തനിയേ നടക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. ദൈവസ്നേഹം നമ്മളിൽ ഉള്ളപ്പോൾ,
അതായത് പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം നമ്മളിലുള്ളപ്പോൾ, പരിശുദ്ധ കുർബാനയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയെ ചങ്കോട് ചേർത്ത് പിടിക്കുമ്പോൾ, ഈ പരിശുദ്ധ കുർബാനയാകുന്ന അഗ്നി നമ്മളിൽ, ആ തീക്കട്ട നമ്മളിൽ ജ്വലിക്കുമ്പോൾ നമ്മളിൽ അറിയാതെ നടക്കേണ്ട ഒരു പ്രവൃത്തിയാണ് എന്ത്? സ്നേഹത്തിൻ്റെ പ്രവൃത്തി. അത് തനിയേ നടക്കേണ്ട പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് മദർ തെരേസ പറയുന്നൊരു കാര്യമുണ്ട്. മദർ തെരേസ പറയുന്നൊരു കാര്യം, നിനക്ക് സ്നേഹത്തിൽ വളരണമെന്നുണ്ടോ, നീ പരിശുദ്ധ കുർബാനയിലേക്ക് മടങ്ങുക. നിനക്ക് സ്നേഹത്തിൽ വളരണോ, നീ പരിശുദ്ധ കുർബാനയിലേക്ക് മടങ്ങുക. എന്ന് പറഞ്ഞാൽ സോഴ്സ് ഇല്ലാതെ നമുക്ക് എങ്ങനെ, അല്ലേ, കിണറ്റിൽ വെള്ളമില്ലാതെ നമുക്ക് എങ്ങനെ വെള്ളം കോരാൻ പറ്റും? അരുവിയില്ലാതെ എങ്ങനെ നദിയിൽ ജലമുണ്ടാകും? അതുകൊണ്ട് നമ്മൾ ഈ പരിശുദ്ധ കുർബാനയാകുന്ന ജീവന്റെ അരുവിയോട് ചേർന്ന് നിൽക്കാതെ നമുക്കൊരിക്കലും പ്രിയപ്പെട്ടവരെ ഈ ജീവന്റെ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് പറ്റൂല. ബലം പിടിച്ചാൽ നമ്മൾ ചെയ്യുന്ന, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറെ പ്രവൃത്തിയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഈശോ പറയുന്ന കാര്യം, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും. അപ്പൊ ജീവന്റെ സമൃദ്ധി അത് പരിശുദ്ധ കുർബാനയിലാണ്. പരിശുദ്ധ കുർബാന, അപ്പൊ നമ്മൾ ശരിക്കും ഈ പരിശുദ്ധ കുർബാനയാകുന്ന ജീവനോട് ചേർന്ന് നിൽക്കാതെ നമുക്ക് ജീവന്റെ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റത്തില്ല. കൊടുക്കാൻ പറ്റുമായിരിക്കും, സമൃദ്ധിയിൽ കൊടുക്കാൻ പറ്റത്തില്ല. അടുത്തൊരു കാര്യം പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാനയുടെ ശക്തി എന്നത് നമ്മളെല്ലാവരും പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാകും. പുറത്തുനിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മളും ആഗ്രഹിക്കുന്നു, അല്ലേ? ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം, അവൻ എവിടെയാ? എൻ്റെ ഉള്ളിലാ. പരിശുദ്ധ കുർബാന സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിലാണ് ശക്തി. അപ്പൊ അവനെ തോൽപ്പിക്കാൻ പിന്നെ ഒരാൾക്കും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പുറമേ നിന്ന് ശക്തി കിട്ടിയാൽ എപ്പോഴും നിങ്ങളിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കണം, എപ്പോഴും തള്ളിക്കൊണ്ടിരിക്കണം. ഈ വണ്ടിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പെട്രോളൊക്കെ തീർന്ന് പണ്ടൊക്കെ മലകളിൽ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോരും എന്ന് പറയാം, എപ്പോഴും തള്ളിക്കൊണ്ടിരിക്കണം. യഥാർത്ഥത്തിൽ ഈ സ്നേഹമാകുന്ന പെട്രോള്, ഈ പരിശുദ്ധ കുർബാനയാകുന്ന പെട്രോള്, ഈ പരിശുദ്ധ കുർബാനയാകുന്ന ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിനും നശിപ്പിക്കാനായിട്ട് പറ്റൂല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഉള്ളിൽ ബലം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധ കുർബാനയിലേക്ക് വിശ്വാസത്തോടു കൂടി കടന്നു വന്ന് പങ്കെടുക്കണം. ഒരൊറ്റ കാര്യം കൂടെ പറയാനായിട്ട് ഉള്ളൂ. അതായത് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാന എന്നത് നിത്യജീവനോളം നമ്മളെ എത്തിച്ചു നിർത്താനായിട്ട് പറ്റും. ഈശോ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം, നമ്മളൊക്കെ ജീവിക്കുന്ന ഒരേ ഒരു കാര്യം, അത് പരിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിലേക്ക് എത്തണം എന്നുള്ള. വാഴ്ത്തപ്പെട്ട കാർലോ പറയുന്നൊരു കാര്യമുണ്ട്, യൂക്രിസ്റ്റ് ഈസ് മൈ എക്സ്പ്രസ് ഹൈവേ ടു ഹെവൻ. കർത്താവിലേക്ക് എത്താനായിട്ടുള്ള എൻ്റെ അതിവേഗ പാത അത് പരിശുദ്ധ കുർബാനയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 54-ാം വാക്യം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അപ്പൊ കർത്താവിനെ സ്വീകരിക്കുന്ന വ്യക്തി, കർത്താവിനെ ഉൾക്കൊള്ളുന്ന വ്യക്തി, പരിശുദ്ധ കുർബാനയെ ചങ്കോട് ചേർത്ത് പിടിക്കുന്ന വ്യക്തിക്ക്, പരിശുദ്ധ കുർബാനയെ സ്വീകരിക്കേണ്ട വിധത്തിൽ സ്വീകരിക്കുന്ന വ്യക്തി, അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്നാ? നിത്യജീവനുണ്ട്, ഉയർപ്പുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് ഉറപ്പാണ് നമുക്ക് വേണ്ടത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കർത്താവ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വചനം, സകലത്തെയും കീഴ്പ്പെടുത്താൻ തനിക്ക് കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. അവൻ നമ്മുടെ ദുർബല ശരീരത്തെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. അപ്പൊ അവനെ ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാം രൂപാന്തരപ്പെടുത്താൻ അവനെ പറ്റുള്ളൂ. അതിന് പരിശുദ്ധ കുർബാനയെ സ്വീകരിക്കണം, പരിശുദ്ധ കുർബാനയെ ഉൾക്കൊള്ളണം, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കണം. അത് മാത്രമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഭയ്ക്ക് നമുക്ക് നൽകാനായിട്ടുള്ള ഏറ്റവും വലിയ നിധി പരിശുദ്ധ കുർബാനയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കണം, പരിശുദ്ധ കുർബാനയെ ആരാധിക്കണം, പരിശുദ്ധ കുർബാനയെ വിശ്വസിക്കണം, പങ്കെടുക്കണം, വിശുദ്ധിയിലേക്ക് വളരണം, വിശുദ്ധരായി നമുക്ക് മാറണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം, നമുക്ക് തീരുമാനം എടുക്കാം. ഞാൻ എല്ലാ ദിവസവും എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ പരിശുദ്ധ കുർബാന പങ്കെടുക്കും. പരിശുദ്ധ കുർബാന പങ്കെടുക്കാൻ പറ്റാതെ പോയ സാഹചര്യങ്ങളെ ഓർത്ത്, പറ്റുമായിട്ടും പറ്റാതെ പോയ സാഹചര്യങ്ങളെ ഓർത്ത് നമുക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കാൻ നല്ല തീരുമാനങ്ങൾ നമുക്ക് എടുക്കണം. ഈ ലോക്ക്ഡൗൺ ഒക്കെ മാറുന്നേ, ഇതൊക്കെ മാറി മുന്നോട്ട് പോകുമ്പോൾ തീരുമാനങ്ങൾ ഉറച്ചു നിന്ന് ഈ ക്രിസ്തീയ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇന്നത്തെ ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.
സ്നേഹം പൂമഴയായി പെയ്യണം. നീ എൻ്റെ ഹൃദയത്തിൽ തേൻ പുഴയായി ഒഴുകണം. നിന്നെ ഒന്നാസ്വദിക്കാൻ, നിന്നെ ഒന്നനുഭവിക്കാൻ, നീ എന്നും രാജാവായി എന്നിൽ വന്നു വാഴണം. നീ എൻ്റെ ഉള്ളിൽ സ്നേഹ പൂമഴയായി പെയ്യണം. നീ എൻ്റെ ഹൃദയത്തിൽ തേൻ പുഴയായി ഒഴുകണം. നിന്നെ ഒന്നാസ്വദിക്കാൻ, നിന്നെ ഒന്നനുഭവിക്കാൻ, നീ എന്നും രാജാവായി എന്നിൽ വന്നു വാഴണം. ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാലകനെ ആരാധിക്കുന്നു ഞങ്ങൾ ആദരവോടെന്നും. ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാലകനെ ആരാധിക്കുന്നു ഞങ്ങൾ ആദരവോടെന്നും. സങ്കീർത്തന പുസ്തകം 116 അധ്യായം 12 വാക്യത്തിലൂടെ നമ്മളോട് പറയുക, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. സങ്കീർത്തകന്റെ ഒരു വിലാപം ശരിക്കും ആദ്യത്തെ ഒരു വാക്യം. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? നിറകണ്ണുകളോടെ സങ്കീർത്തകൻ നിസ്സഹായനായി നിന്ന് ചോദിക്കുക, ഞാൻ എന്നെ പകരം കൊടുക്കുന്ന എൻ്റെ ദൈവത്തിന്? എന്നെ ഇത്രയൊക്കെ ആക്കിയില്ലേ എൻ്റെ ദൈവം? എന്നെ ഇത്രയൊക്കെ പരിപാലിച്ചില്ലേ? ഇത്രയൊക്കെ എൻ്റെ കുടുംബത്തിന് നന്മ തന്നില്ലേ? ഇത്രയൊക്കെ നന്നായിട്ട് ജീവിക്കാൻ എന്നെ അനുവദിച്ചില്ലേ? പക്ഷെ എന്നിട്ട് ഒരിക്കലെങ്കിലും എൻ്റെ മകനെ, മകളെ, നിനക്ക് ഇങ്ങനൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ? കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? പലപ്പോഴും ഒരു തപാൽ പെട്ടി പോലെ, കത്ത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു തപാൽ പെട്ടി പോലെയല്ലേ നമ്മൾ? ഇങ്ങോട്ട് കിട്ടണം പക്ഷെ അങ്ങോട്ടില്ല, ഇങ്ങോട്ട് കിട്ടണം പക്ഷെ അങ്ങോട്ടില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിന് നന്ദി പറയണം. നമ്മൾ കർത്താവിന് നന്ദി പറയണം. ഈ കൊറോണയുടെ ഒക്കെ കാലഘട്ടത്തിലും ഇത്രയൊക്കെ ജീവിക്കാൻ കർത്താവ് അനുവദിക്കുന്നില്ലേ? ഇത്രയൊക്കെ മുന്നോട്ട് പോകാൻ നമ്മൾ അനുവദിക്കുന്നില്ലേ? ആൾക്കാരൊക്കെ ചികിത്സ കിട്ടാതെ മരിച്ച് മൺമറഞ്ഞു പോകുമ്പോ നമ്മളെയൊക്കെ ഇത്ര പിടിച്ചു നിൽക്കാൻ അനുവദിക്കുന്നില്ലേ? അപ്പൊ ആ ഒരു വേദനയിൽ നിന്ന് ഉയരേണ്ട ഒരേ ഒരു നാദം, ഉയരേണ്ട ഒരേ ഒരു ഖേദം, അത് ഞാൻ എന്ത് പകരം കൊടുക്കും? കർത്താവ് ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ എന്ത് പകരം കൊടുക്കും? സങ്കീർത്തകൻ പറയുന്ന ഒരൊറ്റ കാര്യം, ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ പാനപാത്രം ഉയർത്തിയത് ആരാ? ക്രിസ്തുവാ. രക്ഷയുടെ പാനപാത്രം ഇന്ന് ഉയർത്തുന്നത് ആരാ? പുരോഹിതരാ, സഭയാ. അപ്പൊ ഈ രക്ഷയുടെ പാനപാത്രം ഉയർത്താൻ വേണ്ടിയാ കർത്താവ് സഭയെ സ്ഥാപിച്ചത്. കുമ്പസാരിക്കുന്നത് എന്തിനാ? കുർബാന സ്വീകരിക്കാനാ. പൗരോഹിത്യം എന്തിനാ? കുർബാന ചെല്ലാനാ. സന്യാസം എന്തിനാ? കുർബാനയോട് ചേർന്ന് ജീവിക്കാനാ. എന്തിനാ നമ്മുടെയൊക്കെ അൽമായ ജീവിതം? അത് കുർബാനയോട് ചേർന്ന്, കുർബാന നമ്മുടെ കുടുംബങ്ങളിൽ ജീവിച്ച് കുർബാനയായി മാറാൻ വേണ്ടിയാ. അതുകൊണ്ട് കുർബാനയുടെ അർപ്പണം കൂടാതെ നമുക്കൊരിക്കലും ഈ രക്ഷയുടെ പാനപാത്രം നമ്മൾ ചേർന്ന്, പുരോഹിതനോട് ചേർന്ന് നമ്മൾ ഉയർത്താതെ ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ട് പറ്റില്ല. ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ, മകളെ, ഈശോ നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നീ ഇന്ന് വരെ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ടുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തില് ഒരു കുഞ്ഞിന്റെ കരത്തിൽ നിന്ന് കർത്താവ് അപ്പം മേടിക്കും, 5 അപ്പം 2 മീന്. അത് മേടിച്ചിട്ട് കർത്താവ് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. സമാന്തര സുവിശേഷം മത്തായി, മർക്കോസ്, ലൂക്ക, കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം, ഇതിലൊക്കെ സ്ഥാപക വചനത്തെക്കുറിച്ച്, കുർബാനയുടെ സ്ഥാപക വചനത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ വാഴ്ത്തി എന്ന, അപ്പം എടുത്ത് വാഴ്ത്തി.
അപ്പൊ പ്രിയപ്പെട്ടവര്, എത്ര നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യം, അവന്റെ ചങ്ക് പറയുന്ന രാത്രിയിൽ വേദന കൊണ്ട് പിടഞ്ഞ് തന്റെ അടുത്തിരിക്കുന്നവൻ തന്റെ ശത്രുവാണ്, തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നവനാണ്, ചുംബിച്ചുകൊണ്ട്, ചരിത്രത്തിൽ ആദ്യമായി ചുംബിച്ചുകൊണ്ട് ഇവൻ എന്നെ ഒറ്റിക്കൊടുക്കും, കൂടെ നിന്നവരെല്ലാം ഓടിപ്പോകും, എല്ലാവരും പത്രോസ് തള്ളിപ്പറയും. ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് കർത്താവ് ചെയ്തൊരു കാര്യമുണ്ട്, അവൻ അപ്പം എടുത്ത് വാഴ്ത്തി. പ്രിയപ്പെട്ടവരെ, ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ അപ്പത്തോടൊപ്പം നമ്മുടെ ജീവിതത്തെ കൂടെ കൊടുത്ത് വാഴ്ത്തണം. അപ്പൊ കർത്താവ് അതിനെ ആശീർവദിച്ച് നമുക്ക് തരും, അത് കൃപയായിട്ട് മാറും. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിശുദ്ധ കുർബാനയോട് ചേർന്നുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതാണ് പരിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനാ ശൈലി. പരിശുദ്ധ കുർബാന എല്ലാ പ്രാർത്ഥനയിലും നന്ദി പറയുക, ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമുക്ക് ഈശോയോട് നമുക്ക് പറയാം, നന്ദിയോടെ ഞാൻ സ്തുതി പാടാനായിട്ട് പോവുകയാണ്. ഈശോയിലേക്ക് നോക്കി ഓരോ പരിശുദ്ധ കുർബാനയിലും ഞാൻ പങ്കെടുത്തുകൊണ്ട് നന്ദിയോടെ ഞാൻ സ്തുതി പാടാനായിട്ട് പോവുകയാണ്. നന്ദി പറയുമ്പോൾ നിന്റെ ആത്മീയ ജീവിതം, നിന്റെ കുടുംബ ജീവിതം, നിന്റെ സമൂഹ ജീവിതം, നിന്റെ മനസ്സ്, ശരീരം, ആത്മാവ്, ഇതെല്ലാം ആശീർവദിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് നന്ദിയോടെ ഈശോയിലേക്ക് നോക്കി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി കരങ്ങൾ കൂപ്പി എന്റെ ഈശോയിലേക്ക് നോക്കി നിന്ന് വിശ്വാസത്തോടുകൂടി, എനിക്കാ നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കാ നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഈശോയിലേക്ക് നോക്കി നിന്നുകൊണ്ട്, ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി എല്ലാ ബലികളുടെയും ബലിയായ പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. ചേർന്ന് യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. ചേർന്ന് പാടാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കാ നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കാ നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.
പ്രിയപ്പെട്ട മകനെ, മകളെ, ഈശോ വിട്ടുവീഴ്ച ചെയ്യുന്ന കർത്താവിനെയാണ് നമ്മൾ പുതിയ നിയമത്തിൽ കണ്ടെത്തുക. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ദൈവം. പഴയ നിയമത്തിൽ അരുതുകളുടെ ഒരു ലോകമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ അരുതുകളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയിട്ട് കർത്താവ് പരിപൂർണമായിട്ട് സ്നേഹിക്കുന്ന, സ്നേഹമായിട്ട് കടന്നു വരുന്ന ഒരു ദൈവീക ചൈതന്യത്തെ അവതരിപ്പിക്കുക. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും കർത്താവ് ഒരു കാര്യത്തിൽ മാത്രം കർത്താവ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. കർത്താവ് പറയുന്നൊരു കാര്യം, ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇതൊരു കമാൻഡാ. ശരിക്കും ഇതൊരു അപേക്ഷയല്ല, മറിച്ചൊരു ആജ്ഞയാണ്. കാരണം കർത്താവിനറിയാം നിന്റെ ജീവിതത്തെ രക്ഷിക്കണമെങ്കിൽ ഇതല്ലാതെ വേറൊരു മാർഗമില്ല. ഈ പരിശുദ്ധ കുർബാന അർപ്പണമല്ലാതെ വേറൊരു മാർഗമില്ല. കാരണം പരിശുദ്ധ കുർബാനയിൽ അവൻ കടന്നു വന്ന് അവൻ ഈ ലോകത്തുനിന്ന് പോയപ്പോൾ അവൻ പറഞ്ഞു, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ലോകാവസാനം വരെ അവൻ നമ്മളോട് കൂടെ ഉള്ളത് സത്യമായും ഈ പരിശുദ്ധ കുർബാനയിലൂടെയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കെടുക്കാതെ നിന്റെ ജീവിതത്തിലേക്ക് കർത്താവിന് കടന്നു വരാനായിട്ട് പറ്റില്ല. ഈശോ അന്ധനെ സുഖപ്പെടുത്തുന്ന മനോഹരമായിട്ടുള്ള രംഗമില്ലേ? ഈശോ അവനോട് പറയുക, നീ പോയി സീലോഹായിൽ കഴുകുക. സീലോഹ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവനെന്നാണ്. അയക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നീ നിന്നെ തന്നെ കഴുകണം. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടത് ക്രിസ്തുവാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. അപ്പോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഈശോയാ. അപ്പൊ ഈശോയിൽ നീ പോയി കഴുകണം. പ്രിയപ്പെട്ട മകനെ, മകളെ, കുമ്പസാരമെന്ന വേദിയിലൂടെ നീ നിന്നെ തന്നെ കഴുകി വിശുദ്ധീകരിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോ കൃപ കൊണ്ട് കർത്താവ് നിന്നെ പൊതിയുക. ഓരോ ബലിയിലും, ഓരോ പരിശുദ്ധ കുർബാനയിലും കൃപ കൊണ്ട് കർത്താവ് നിന്നെ പൊതിയുക, സ്നേഹം കൊണ്ട് പൊതിയുക. യോഗ്യതയോടുകൂടി ബലിയർപ്പിക്കണം, യോഗ്യതയോടുകൂടി ബലിയർപ്പിക്കണം. അതുകൊണ്ട് കർത്താവ് നമുക്ക് തരുന്ന വാക്യത, ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യാതിരിക്കില്ല. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തില് പരിശുദ്ധ അമ്മ പറഞ്ഞതെല്ലാം, ഈശോ പറഞ്ഞതെല്ലാം പരിശുദ്ധ അമ്മ അനുസരിച്ചു. അപ്പൊ ഈശോ യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തില് പരിശുദ്ധ അമ്മ ഒരു കാര്യം ചോദിക്കുക. പരിശുദ്ധ അമ്മ ചോദിക്കുക, ഇവരാകെ സങ്കടാവസ്ഥയില്ല, ഇവർക്ക് വീഞ്ഞില്ല, നീ ഇടപെടണം. അപ്പൊ ഉടനെ ഈശോ പറയാം, അതിന് സ്ത്രീയെ എനിക്കും നിനക്ക് വന്ന് എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ ഈശോ ഒന്ന് പുറകെ പുന്തിരിഞ്ഞു നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ അനുസരിച്ച ദൈവിക കൽപ്പനകളോട് ചേർന്ന് നിന്ന, ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിച്ച, ദൈവത്തോടൊപ്പം നടന്ന ഒരു കഥ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഈശോയ്ക്ക് ഓർമ്മ വന്നു. പിതാവായ ദൈവം അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുത്തു. പരിശുദ്ധാത്മാവ് ഈശോയിൽ പ്രവർത്തിച്ചു. ഉടനെ ഈശോ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദര, സഹോദരി, ഏറ്റവും വലിയ അത്ഭുതമായ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാതെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടാനായിട്ട് പറ്റില്ല. നീ ദേവാലയത്തിലെ ബലിയർപ്പണത്തിൽ പങ്കുചേരാതെ, ആ വലിയ അത്ഭുതത്തിൽ പങ്കുചേരാതെ നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവത്തിന് ഇടപെടാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കർത്താവ് ഇന്ന് നിന്നോട് പറയുക, ഞാൻ ചെയ്തത്, ഞാൻ പറഞ്ഞത് നീ ചെയ്താൽ നീ പറഞ്ഞത് ഞാൻ ചെയ്യാതിരിക്കില്ല. പ്രിയപ്പെട്ട മകനെ, മകൾ, ഇത് ഭയങ്കര അപാരമായിട്ടുള്ള ഒരു കാര്യമാണ്. പരിശുദ്ധ കുർബാന എന്നത് വലിയ സത്യമായിട്ടുള്ള രഹസ്യമാണ്. അതുകൊണ്ട് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊടുക്കണം. നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ച് നമ്മൾ എടുക്കേണ്ട ഒരു, പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്, പരിശുദ്ധ കുർബാനയിൽ പോകുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ധ്യാനങ്ങളൊക്കെ പോയാലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാമെന്ന തീരുമാനമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നടക്കാതെ പോയിട്ടുള്ളത്. ബാക്കി ജപമാല ചെല്ലുക, മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ പിശാച് ഏറ്റവും കൂടുതൽ അടിമപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യം, പരിശുദ്ധ കുർബാനയ്ക്ക് വിടരുത്. കാരണം പരിശുദ്ധ കുർബാന അവനെ നിത്യജീവിതത്തോളം എത്തിച്ചു നിർത്തും. പരിശുദ്ധ കുർബാന അവളെ നിത്യജീവിതത്തോളം എത്തിച്ചു നിർത്തും. ഇത് ആർക്കറിയാം? പിശാചിനറിയാം. അതുകൊണ്ട് പിശാച് പരിശുദ്ധ കുർബാനയ്ക്ക് ഒരു വ്യക്തി പോകുന്നതിന് ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ബന്ധിച്ചിട്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ, മകളെ, പരിശുദ്ധ കുർബാനയിൽ ഇടവക ദേവാലയത്തോട് ചേർന്ന് നീ ബലിയർപ്പിക്കുമ്പോൾ നിന്റെ ജീവിതം കൃപയാൽ നിറയപ്പെടുക.
ഈ നിത്യജീവനിലേക്ക് എത്തപ്പെടുക, അതിനുള്ള വഴി വെട്ടുക. അതുകൊണ്ടാണ് വാഴ്ത്തപ്പെട്ട കാർലോ പറയുന്നൊരു കാര്യം, യുക്രിസ്റ്റ് ഈസ് മൈ എക്സ്പ്രസ് ഹൈവേ ടു ഹെവൻ. പരിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള എൻ്റെ രാജപാതയാണ്. രാജപാത അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര എക്സ്പ്രസ് ഹൈവേയാണ്, എക്സ്പ്രസ് ഹൈവേയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധ കുർബാന വേണ്ടെന്ന് വെക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയോട് നമ്മൾ നോ പറയുമ്പോൾ, പരിശുദ്ധ കുർബാനയോട് നമ്മൾ മറുതലിക്കുമ്പോൾ, നമ്മൾ ഈ നിത്യജീവനെയാണ് വേണ്ട എന്ന് വെക്കുക, വേണ്ട എന്ന് വെക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ, മകളെ, നമുക്ക് പരിശുദ്ധ കുർബാനെ സ്നേഹിക്കണം, പരിശുദ്ധ കുർബാനെ സ്നേഹിക്കണം. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടണമെങ്കിൽ, പരിശുദ്ധ കുർബാനയാൽ നിറയപ്പെടണമെങ്കിൽ നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം, പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളണം. ഒരിക്കലും മദർ തെരേസയോട് ഇങ്ങനെ ചോദിച്ചു, മദർ തെരേസ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യം എന്താ? അപ്പോൾ മദർ തെരേസ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യം പരിശുദ്ധ കുർബാന കരങ്ങളിൽ സ്വീകരിക്കുന്നതാണ്. പരിശുദ്ധ കുർബാന കരങ്ങളിൽ, കാരണം മദർ തെരേസയെ സംബന്ധിച്ച് ലോകത്തിന്റെ ഏറ്റവും വലിയ വേദന കണ്ടിട്ടുള്ള വ്യക്തിയാണ് മദർ തെരേസ. പട്ടിണിപ്പാവങ്ങൾ തെരുവിൽ ഒട്ടിയ വയറുമായി കിടന്ന് മരണത്തോട് മല്ലടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആരുമില്ലാത്ത അനാഥത്വത്തിന്റെ വേദനകൾ പേറി ആൾക്കാർ മദർ തെരേസയെ തേടി വരുന്നത് കണ്ടിട്ടുണ്ട്. പരമദാരിദ്ര്യത്തിന്റെ പരമ കാഷ്ട കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം മുൻപിൽ മദർ തെരേസ പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യം പരിശുദ്ധ കുർബാന ഇവിടെ മുൻപിൽ നിന്ദ്യമായിട്ട് പെരുമാറുന്നത്. കാരണം ഇത് സത്യമായിട്ടും ജീവസാന്നിധ്യം. മദർ തെരേസയുടെയൊക്കെ ജീവിതത്തിന്റെ എന്താ പറയുക, ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടമായിരുന്നു പരിശുദ്ധ കുർബാന. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം ജീവിക്കണമെങ്കിൽ ഈ പരിശുദ്ധ കുർബാന കൂടിയേ തീരൂ. ഇനി സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുക്കണമെങ്കിൽ, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ മക്കളിലേക്കൊക്കെ സ്നേഹം ഒഴുക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കണം. പരിശുദ്ധ കുർബാന അർപ്പണത്തോട് ചേർന്ന് നിൽക്കണം. നമ്മൾ നമ്മളെ തന്നെ കർത്താവിൻ്റെ സ്നേഹത്താൽ കഴുകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പരിശുദ്ധ കുർബാനയാകുന്ന രഹസ്യത്തെ ജീവിക്കാനായിട്ട്, ശൂന്യവൽക്കരിക്കാനായിട്ട്, സ്നേഹത്തിൻ്റെ പ്രവൃത്തികളിൽ ഏർപ്പെടാനായിട്ടൊക്കെ പറ്റൂ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഈശോയ്ക്ക് നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ കൊടുത്തിട്ട് ഈശോയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച്, ഇനി നമുക്ക് ഈശോയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം പരിപൂർണമായിട്ട്. പരിശുദ്ധ കുർബാനയുടെ വില ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഇതൊന്നുമല്ല, ഇതിനും അപ്പുറത്താണ് ഈ പറയുന്നത്, ഈ കേൾക്കുന്ന ഒന്നുമല്ല. ഇതിനൊക്കെ അപ്പുറത്ത്, 1000 മടങ്ങൾക്ക് അപ്പുറത്താണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന സത്യം. നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ തീരുമാനങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ തീരുമാനങ്ങളെ ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാളിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയുടെ മുൻപിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ തീരുമാനങ്ങളെ കൊടുക്കാം. ഇടവക ദേവാലയത്തിൽ പോയി ഞാൻ ബലിയർപ്പിക്കും. ഇടവക ദേവാലയത്തിൽ ഞാൻ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോകും. ഓൺലൈൻ കുർബാനയൊക്കെ ഉണ്ട്, പക്ഷെ അതിനപ്പുറത്ത് എനിക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. കാരണം ഞാൻ ഭക്ഷണം കണ്ടതുകൊണ്ട് എൻ്റെ വയറ് നിറയില്ല, മറിച്ച് ഞാനത് സ്വീകരിക്കുമ്പോഴേ അതെൻ്റെ ഭാഗമാകുള്ളൂ. അതുകൊണ്ട് ആ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുമ്പോൾ കുടുംബത്തിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക്, മനസ്സിലേക്കൊക്കെ സ്നേഹം ഒഴുകും. പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ സമയം നമ്മളൊരു മിനിറ്റ് നിശബ്ദതയിലായിരിക്കുക. നമുക്ക് നമ്മുടെ തീരുമാനം എടുക്കണം, ശക്തമായിട്ടുള്ള തീരുമാനം നമുക്ക് എടുക്കണം. ഇനി പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ ദിവസം ആണ് നമ്മൾ ആ തീരുമാനം എടുക്കേണ്ടത്. ഞാൻ ദേവാലയത്തിൽ പോകും, ബലിയർപ്പിക്കും, എൻ്റെ കുടുംബത്തെ കൂട്ടിക്കൊണ്ടു പോകും. ഇത് പിള്ളകളിയല്ല, മറിച്ച് ഇത് സത്യം. ഇതിൽ പറ ഒരു സത്യമില്ല. നമ്മൾ ഇന്ന് വചന വിചിന്തനത്തിലൂടെയൊക്കെ കേട്ടത് ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. ഒരു നിമിഷം നിശബ്ദമായി നിന്ന് നമ്മുടെ തീരുമാനങ്ങളെ പരിപൂർണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കാം. സമർപ്പിക്കുന്നു ശിരസ്സ് നമിച്ച് സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ.
പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ. പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് കടന്നു വരികയാണ്. ഈശോ തന്നെയാണ്. ഈ സമയം നമ്മൾ ഈ ദിവ്യകാരുണ്യ ശുശ്രൂഷയിലൂടെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കടന്നു പോകുകയായിരുന്നു. ഇന്നത് പരിസമാപ്തിയിലെത്തുമ്പോൾ ഈശോ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട്, ആശീർവദിക്കാനായിട്ട് കടന്നു വരികയാണ്. രക്തസ്രാവക്കാരി ഈശോയുടെ വസ്ത്രത്തിലാണ് തൊട്ടത്. പക്ഷെ ഇന്ന് ഈശോയുടെ ശരീരവും രക്തവും നീ സ്വീകരിക്കുന്നത്, നിന്റെ മുൻപിൽ ഈശോയെ ആയിരിക്കുക. അപ്പൊ ഈശോയോട് നമുക്ക് പറയാം, ഈശോയെ നീ എൻ്റെ നല്ല സുഹൃത്താണ്, നിന്നെ ഞാൻ ആരാധിക്കും, നിന്റെ ബലിയിൽ ഞാൻ പങ്കെടുക്കും. കാരണം നീയാണ്, നിനക്കപ്പുറം ഒരു യാഥാർത്ഥ്യമില്ല. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, കൃപ എനിക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് ആരാധനയുടെ ആശീർവാദ ശുശ്രൂഷയിലേക്ക് കടക്കാം. ശിരസ് നമിച്ചുകൊണ്ട്, കരങ്ങൾ കൂപ്പി, സ്നേഹത്തോടു കൂടി, വിശ്വാസത്തോടു കൂടി, ആരാധനയോടുകൂടി ഈശോയുടെ സന്നിധിയിൽ നിന്ന് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എന്നെ പൊതിഞ്ഞു പീഡിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പീഡിക്കണമേ,
തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങളുടെ നല്ല സുഹൃത്തും ഞങ്ങളെ ആരാധിക്കാനായിട്ടുള്ള കൃപ ഞങ്ങളിൽ നിറച്ചവനും ഞങ്ങൾക്ക് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ടുള്ള പ്രചോദനം നൽകിയവനുമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.